2014 മോഡൽ 2014 മോഡലാണ്. ഹൈ ക്വാളിറ്റി വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയില്ലേ? 85,000 കിലോമീറ്റർ സർവീസ് ഒക്കെ അല്ലേ? പക്ക കിലോമീറ്റർ അല്ലേ? പക്ക 5000 സർവീസ് ഉണ്ട്. 2.8 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2.8 ഓട്ടോമാറ്റിക്. അപ്പൊ ക്രിസ്റ്റലിന് ഏറ്റവും മുന്തി നിൽക്കുന്ന വണ്ടി. ഇത് ലോ കിലോമീറ്റർ വാഹനമാണ്. നമുക്ക് ഏകദേശം 14.5 ലക്ഷം രൂപ NOC എടുക്കാൻ സാധിക്കില്ലേ? സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, അലോയ് വീൽ തൊട്ട് എല്ലാ ഫീച്ചേഴ്സ് ഉള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? അന്നത്തെ ഫുൾ. ഓക്കെ, ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? നമുക്ക് ഒരു 5.5 ലക്ഷം രൂപ കൊടുക്കാം. എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? 8.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിഡ്കാച്ച് എപ്പിസോഡുമായിട്ടാണ് കേട്ടോ. ജപ്പാൻ മേക്കിങ്ങിൽ കേരളക്കാരെ മനസ്സ് കവർന്ന കുറച്ച് ടയോട്ട ഹോണ്ട വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ക്രിസ്റ്റ ഉണ്ട്, ഇനോവ ഉണ്ട്, കൊറോള അൾട്ടീസ് ഉണ്ട്, ഹോണ്ട ജാസും ഉണ്ട്. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലോ കിലോമീറ്റർ വാഹനങ്ങൾ, അതും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഈ വാഹനങ്ങളൊക്കെ നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമീർക്കാണ്. നമുക്ക് സമീർ ഖാൻ മലയാള മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാം. സമീർ ഖാൻ മലയാള മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഷാറായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. സെയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെയിൽ ആയിട്ടുണ്ട്. കോള് കൂടുതലുണ്ട്. പുറത്തുനിന്ന് കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ കോൾസ് ധാരാളം വരുന്നുണ്ട്. പിന്നെ വണ്ടി 2 ദിവസം കൊണ്ട് തന്നെ സോൾഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മലയാള മീഡിയയിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ സമീർക്ക, എന്താണ് ഇന്നത്തെ നമ്മുടെ ട്രീറ്റ്മെന്റ്? ഇന്നത്തെ കഴിഞ്ഞ എപ്പിസോഡിന്റെ മാതിരി ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫുൾ ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഗ്യാരണ്ടി വരെ കൊടുക്കാൻ പറ്റുമോ? 100% ഗ്യാരണ്ടിയാണ്. ഷോറൂം വാറണ്ടിയോട് കൂടി തന്നെ കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് മെക്കാനിക്കിന് കൊടുത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വാഹനങ്ങൾ എടുക്കാം. കിലോമീറ്റർ ആയിരിക്കും. കിലോമീറ്ററിൽ ഒരു മാറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കിലോമീറ്റർ ആയിരിക്കും ഏത് വണ്ടികളും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാഹനം പർച്ചേസ് ചെയ്താൽ മതി. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ലോ കിലോമീറ്റർ ക്രിസ്റ്റ, അത് ഫുൾ ഓപ്ഷനില്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2.8 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2.8 ഓട്ടോമാറ്റിക്. അപ്പൊ ക്രിസ്റ്റലിന് ഏറ്റവും മുന്തി നിൽക്കുന്ന വേരിയന്റ്, ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെ? 2017 മോഡലാണ്. 18 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? വണ്ടി എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്? 84,000 കിലോമീറ്റർ ജെന്യുൻ സർവീസ്. അത് സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും. ഷോറൂം പോയി ചെക്ക് ചെയ്താൽ കിട്ടും. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ ടയർ ഏകദേശം ഒരു 80% ടയറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ കണ്ടീഷന് റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചെറിയ ബോഡി ടച്ചിങ് ഉണ്ട്. ബമ്പർ അതേമാതിരി 1-2 പീസ് പെയിന്റ് ഉണ്ട്. ഓക്കെ, അല്ലാതെ മേജർ ആക്സിഡന്റ് ഉണ്ട്. ഓക്കെ, കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ടയോട്ട കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ്, 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. പിന്നെ കമ്പനി ലെതർ സീറ്റ് വരെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാ ഭാഗങ്ങളും പക്കാ നീറ്റാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വരുന്നതാണല്ലേ? പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംശയിക്കും നല്ല റേറ്റ് ഉണ്ടാവില്ലേ വാഹനത്തിന്? എത്രക്ക് നമുക്ക് കൊടുക്കാം? ഇവിടുത്തെ കേരള വണ്ടീനെ അപേക്ഷിച്ചിടത്തോളം ഇത് ലോ പ്രൈസ് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 14.5 ലക്ഷം രൂപ NOC വിത്ത് NOC. 14.5 ലക്ഷം രൂപ കൊടുക്കാം. 14.5 ലക്ഷം രൂപ കൊടുക്കാം. മാർക്കറ്റ് റേറ്റ് ഏകദേശം 20-22 ലക്ഷം രൂപ. താഴെ 80,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് ഇത് ലോ കിലോമീറ്റർ വാഹനമാണ്. നമുക്ക് ഏകദേശം 14.5 ലക്ഷം രൂപ NOC എടുക്കാൻ സാധിക്കില്ലേ? കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ്. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ 10,000 സർവീസ് കിട്ടും. പിന്നെ ഇതിന് നമ്പർ ആക്കാൻ ഏകദേശം എത്ര എമൗണ്ട് വരും? നമ്പർ ആക്കാൻ ഇവിടെ ഒരു 2.75 തൊട്ടിട്ട് അങ്ങനെ വരൂല്ലേ? ഓക്കെ, അപ്പൊ നമ്പർ ആക്കിയിട്ട് ഏകദേശം എത്ര പ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം വണ്ടിക്ക്? 2.75 പ്ലസ് ചെയ്താൽ മതി. NOC എടുത്തിട്ടുണ്ടോ വണ്ടി? ഇല്ല, NOC എടുത്തിട്ടില്ല. അത് നമ്മൾ കസ്റ്റമർക്ക് ഏത് ആർട്ടിഫിഷ്യൽ വേണോ അത് അവിടേക്ക് കൊടുക്കുന്നുള്ളൂ. നമ്പർ ടാക്സ് അവർ അടയ്ക്കണം. പിന്നെ ഇത് ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇപ്പോ 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അതുകൊണ്ടാണ് ഈ റേറ്റ് കുറഞ്ഞു കിട്ടുന്നത്. പക്ഷെ 3rd ഓണർഷിപ്പ് ആണെങ്കിലും വണ്ടി കറക്റ്റ് മെയിൻറ്റൈൻ ആയിട്ട് ഒരു ഫാമിലി തന്നെ
അങ്ങോട്ട് കൈമാറിയതാണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിനെ യൂസ് ചെയ്താണല്ലേ? ഓക്കെ. ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇസഡ് ഓപ്ഷൻ ഇന്നോവ പരിചയപ്പെടാം. ക്രിസ്റ്റ അല്ല, ഇന്നോവയാണ്. ഇസഡ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നോവയിൽ ഏറ്റവും മുന്തിയ വേരിയന്റ് അല്ലേ? ടോപ്പ് എൻഡ് ആണ്. പലർക്കും അറിയില്ല ഇസഡ് ഓപ്ഷൻ എന്താണെന്ന്. അപ്പൊ നമ്മൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി മെൻഷൻ ചെയ്താണ് കേട്ടോ. പിന്നെ വണ്ടി കണ്ടീഷനും കിലോമീറ്ററും ഓണർഷിപ്പും എത്രയൊക്കെയാ വരുന്നത്? ഇത് വന്നിട്ട് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി, കറക്റ്റ് സർവീസ് ആണല്ലേ? ഓക്കെ. വണ്ടി എങ്ങനെയാണ് ഓവറോൾ കണ്ടീഷന്? ഓവറോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ബോഡി ലൈനിങ് ഓക്കെയാണ്. 1-2 പീസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡോറ്, ഒരു ബോണറ്റ് കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. നിങ്ങൾ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേറെ പിന്നെ ഫ്രണ്ടോ ഒന്നും ആക്സിഡന്റ് ഇല്ല. മൈനർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, സ്ക്രാച്ച് വന്നിട്ട് അങ്ങനെ ചെയ്തതാ. പിന്നെ ഇത് എത്രയാണ് മോഡല്? 2014 ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? പിന്നെ വണ്ടി റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ പക്കയാണ്, ഒറിജിനൽ ആണ്. പിന്നെ കിലോമീറ്റർ പക്കയാണ് കേട്ടോ. ഒരുപാട് പേരെ സംശയിക്കും ഈ വാഹനത്തിന് എത്ര മൈലേജ് കിട്ടും, എത്ര കിട്ടും? ഇത് പുറത്തുള്ള വണ്ടി ഇന്റർകൂളർ വണ്ടിയാണ് കൊണ്ട് ഒരു 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടൂല്ലേ? ഓക്കെ. ഇന്നോവയില് ഇന്റർകൂളർ പറഞ്ഞാൽ ഒന്നുകൂടി സ്പെക്കും കാര്യങ്ങളൊക്കെ കൂടി എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് മൈലേജ് നമുക്ക് കൂട്ടി കിട്ടും. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇസഡ് ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് ആണ്. വണ്ടി 7 സീറ്റർ ആണ് വരുന്നത്. സ്റ്റിക്കർ ഒക്കെ കമ്പനി ഗ്രാഫിക് ആണല്ലേ വരിക? ഓക്കെ. ടയർ ഏകദേശം ഒരു 40-50% ടയർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ വാഹനത്തിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇന്റീരിയർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ പറയാം. സീറ്റ് ആയാലും റൂഫ് ആയാലും എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എത്രയായിരുന്നു? ഇത് നമുക്ക് 8.5 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 8.5 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. പ്രോപ്പർ ഹിസ്റ്ററി അല്ലേ വണ്ടി? കറക്റ്റ് 1.5 ലക്ഷത്തിന്റെ മേലെ താഴോട്ടില്ല. ലാസ്റ്റിലേക്ക് 1-2 സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് ചെയ്തതാണ് ഉള്ളത് പറയണല്ലോ. അപ്പൊ ബാക്കിയുള്ള കംപ്ലീറ്റ് ജനൻ ഹിസ്റ്ററിയാണ്, ചെക്ക് ചെയ്തതാണ്. വേറെ കുഴപ്പമൊന്നും. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് അതിന്റെ. എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? 8.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടുക, ലോണ് നമുക്ക് നമ്പർ ആക്കി കഴിഞ്ഞാൽ പാർട്ടിക്ക് നമ്പർ ആക്കിയിട്ട് ലോൺ കിട്ടും. ലോൺ എടുത്തു കൊടുക്കാൻ സാധിക്കും. ഞാൻ എടുത്തു കൊടുക്കൂല, അവർക്ക് തന്നെ ചെയ്യാം. ഞാൻ NOC ചെയ്ത് കൊടുക്കുള്ളൂ. NOC എടുത്തു കൊടുക്കും, ടാക്സ് അവർ അടയ്ക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ലോ കിലോമീറ്റർ അൾട്ടീസിന്റെ കേസിലേക്ക് വരുമ്പോൾ നല്ല ഓട്ടോ ഓടിയിട്ടുണ്ടാവും. കാരണം ടയോട്ടന്റെ എഞ്ചിനാണ്, എത്ര ഓടിയാലും നോ പ്രോബ്ലം, കറക്റ്റ് സർവീസ് ചെയ്താൽ മതി. പിന്നെ മൈലേജ് 1.8 വാഹനം വരുന്നത്. അതും ഏകദേശം 20 അടുപ്പിച്ച് നമുക്ക് മൈലേജും കിട്ടില്ല വാഹനത്തിന്. വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2014 മോഡൽ. 2014 മോഡലാണ്. ഹൈ ക്വാളിറ്റി വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയില്ല? 85,000 കിലോമീറ്റർ സർവീസ് ഒക്കെ അല്ല, പക്ക കിലോമീറ്റർ അല്ലേ? പക്ക 5000 സർവീസ് ഉണ്ട്, 10,000 ഉണ്ട്. വണ്ടി റീ രജിസ്റ്റേർഡ് വാഹനമാണ്. റീ രജിസ്റ്റേർഡ് ആണെങ്കിലും കേരള വണ്ടിന്റെ അതേ ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ഓടിച്ചു നോക്കുമ്പോൾ ഫീൽ മനസ്സിലാവും. യൂസ് ചെയ്ത വണ്ടിയാണ്. ഒരു ലേഡി, ഒരു ഡ്രൈവർ വെച്ചിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഒരു ബാങ്കിലെ മാനേജറാണ്. അവരോട് ഡയറക്റ്റ് എടുത്തതാണ് ഡൽഹിയിൽ. മുമ്പ് ഡൽഹി ആയിരുന്നു, ഇപ്പൊ KL84 നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ ജെ ഓപ്ഷനിലാണെങ്കിലും നമ്മൾ ഫുൾ ഓപ്ഷന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, എയർ ബാഗ്, ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള അത്യാവശ്യം ലക്ഷറി വാഹനമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കുറവാണ്. ഏകദേശം 20 അടുപ്പിച്ച് നിങ്ങൾക്ക് മൈലേജ് കിട്ടും. പവറിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഏകദേശം 1.8 ലിറ്റർ ആണ് എൻജിൻ കപ്പാസിറ്റി വരുന്നത് അല്ലേ? 1.8 6 സ്പീഡ് അല്ലേ ഗിയർ ബോക്സ് വരുന്നത്? നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്? നമുക്കൊരു 790 കൊടുക്കാം. 790 ഇപ്പൊ ഇങ്ങോട്ട് നമ്പർ ആയത് വണ്ടിയാണ്. KL84 കൊണ്ടോട്ടിയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ഏകദേശം എത്ര രൂപ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ വേണ്ടി? ലോണ് നമുക്ക് ആളെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് തീർച്ചയായിട്ടും നല്ല പ്രൊഫൈലാണ്. നല്ല പ്രൊഫൈലാണെങ്കിൽ നല്ല കിടിലം വാഹനം നിങ്ങൾക്ക് സ്വന്തമായിട്ട്. മൈലേജിന്റെ രാജാവിനെ നമുക്ക് പരിചയപ്പെടാം. ഡീസലിൽ ഏകദേശം 22-24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന
ജാസ് അത് ഫുൾ ഓപ്ഷൻ അല്ലേ? കേരള വണ്ടിയാ, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഡീറ്റെയിൽസ് അതിന് വരുന്ന വണ്ടിന്റെ? 2016 മോഡൽ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ? 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഓക്കെ, വണ്ടിക്ക് മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി റിയർ വൈപ്പർ, സെൻസർ, പിന്നെ ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, അലോയ് വീൽ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? നമുക്ക് ഒരു 5.5 ലക്ഷം രൂപ കൊടുക്കാം. ലാസ്റ്റ് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം ഷോറൂം വില വരുന്ന വണ്ടിയാണ്. 5.5 ലക്ഷം രൂപ നമുക്ക് ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങളെ മലയാള മീഡിയ പ്രേക്ഷകർ വരികയാണെങ്കിൽ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഡീസൽ വണ്ടി, അത് മൈലേജ് കിട്ടുന്ന മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടി. അതെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ സമീർ ഖാനെ കണ്ടാൽ മതി. നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് കുറച്ച് കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നാൽ മതി. സമീർ ഖാൻ എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ട് തരും. ഓക്കെ, പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വണ്ടി എന്തോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? വാഹനം നമ്മള് ഡയറക്റ്റ് നമ്മള് പാർട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ LCRന്റെ വണ്ടികൾ നമുക്ക് വന്ന് ഡയറക്റ്റ് പാർട്ടിന്റെ വണ്ടികൾ എടുത്തു കൊടുക്കാം. വണ്ടി ഡീലർമാരുടെ വണ്ടി ഒന്നുമില്ല, പാർട്ടിന്റെ ഡയറക്റ്റ് കച്ചവട വണ്ടിയല്ലേ? RC പേയ്മെന്റ്. അതിൽ ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കസ്റ്റമർ ചെയ്യേണ്ടി വരും. പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഡൽഹിയിലേക്ക് നേരിട്ട് വന്നാൽ വാഹനം നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഡൽഹി പ്രൈസ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുവന്നതാണ് വണ്ടി. കൊണ്ടുവന്ന് നമ്മള് സെയിൽ ചെയ്യുന്ന വാഹനമാണ്. നല്ല വണ്ടികൾ വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യേണ്ടവർ നമ്മളെ സമീർ ഖാനെ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സമീർ ഖാന്റെ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു കിഡ്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.